أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا غشيهم موج كالظلل دعوا الله مخلصين له الدين فلما نجاهم إلى البر فمنهم مقتصد وما يجحد بآياتنا إلا كل ختار كفور. يا أيها الناس اتقوا ربكم واخشوا يوما لا يجزي والد عن ولده ولا مولود هو جاز عن والده شيئا إن وعد الله حق فلا تغرنكم الحياة الدنيا ولا يغرنكم بالله الغرور. إن الله عنده علم الساعة وينزل الغيث ويعلم ما في الأرحام وما تدري نفس ماذا تكسب غدا وما تدري نفس بأي أرض تموت إن الله عليم خبير. الحمد لله وحده الصلاة والسلام على من لا نبي بعده وعلى آله وصحبه أجمعين أما بعد. اللهم اغفر لنا ولوالدينا والسامعين يا رب العالمين آمين. അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് സൂറത്തുൽ ലുഖ്മാനിൻ്റെ അവസാനത്തെ ഭാഗത്തേക്ക് നമുക്ക് പ്രവേശിക്കാൻ അവസരം ലഭിച്ചിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ഈ പള്ളിയിലിരുന്ന് അള്ളാഹുവിൻ്റെ കലാമിനെ പാരായണം ചെയ്യുകയും അതിൻ്റെ അർത്ഥങ്ങളും ആശയങ്ങളും മനസ്സിലാക്കുകയും ചെയ്യുന്നത് ഏറെ സൽക്കർമ്മങ്ങളിൽപ്പെട്ട ഒരു മഹത്തായ പുണ്യകർമ്മമാണ്. വിശുദ്ധ ഖുർആൻ പഠനം നമ്മുടെ ആദർശത്തെയും അതുപോലെ തന്നെ നമ്മുടെ സ്വഭാവത്തെയും ഒക്കെ ഏറ്റവും നല്ല നിലക്ക് അതിനെ മാറ്റിമറിക്കുന്നു എന്നുള്ളത് ജീവിതത്തിൽ അനുഭവിച്ചറിയുന്നവരാണ് നമ്മളൊക്കെ. അള്ളാഹു വിശുദ്ധ ഖുർആൻ നമ്മുടെ ഹൃദയ വസന്തമാക്കി നൽകുമാറാവട്ടെ. ആമീൻ. അതിനെ നിലനിർത്തി തരുമാറാവട്ടെ. സൂറത്തുൽ ലുഖ്മാനിൽ അള്ളാഹു അതിൻ്റെ അവസാന ആയത്തുകളിൽ തൗഹീദിനെ വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു, പഠിപ്പിച്ചു തരികയാണ്. ഇവിടെ മക്കയിലെ മുശ്രിക്കീങ്ങളുടെ അവരുടെ ഒരു തൊഴിലുമായി ബന്ധപ്പെട്ട് അവരുടെ ജീവിത രീതികളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിലൂടെ അള്ളാഹു അവൻ്റെ ഏകത്വത്തെ, തൗഹീദിനെ, അള്ളാഹുവിന് മാത്രം ദുആ ചെയ്യേണ്ട ആവശ്യകതയെ, അനിവാര്യതയെ അള്ളാഹു ഓർമ്മിപ്പിക്കുകയാണ്. റബ്ബ് പറയുന്നു, വഇദാ ഗശിയഹും മൗജുൻ കല്ലുലൽ. വഇദാ ഗശിയഹും, അവരെ മൂടിയാൽ, അവരെ മൂടുമ്പോൾ എന്നൊക്കെ അർത്ഥം. ഗശിയ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പൊതിയുക, മൂടുക എന്നാണ്. നമ്മൾ സൂറത്തുൽ ഗാശിയ, മൂടുന്ന സംഭവം എന്ന് പറയുന്നത്. ഹൽ അതാക ഹദീസുൽ ഗാശിയ, അഥവാ അന്ത്യനാളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അടയാളങ്ങൾ എങ്ങനെ വിശദീകരിക്കുന്നോർത്ത് അറിയില്ല, മൂടുന്ന സംഭവം എന്നവിടെ പറഞ്ഞു. ഇവിടെ ഗശിയ എന്നുള്ള വാക്കും അതേ വാക്കർത്താണ്. പക്ഷേ ഇവിടെ എന്താണ് മൂടുന്നത്? മൗജുൻ. മൗജ് എന്ന് പറഞ്ഞാൽ തിരമാലകൾക്ക് പറയും. അംവാജ് എന്ന തിരമാലകൾ, മൗജ് തിര. അപ്പോൾ തിരകൾ വന്നു മൂടുമ്പോൾ, അവരെ വന്നു മൂടുമ്പോൾ എന്ന് പറഞ്ഞാൽ അവരെ കടലിൽ യാത്ര ചെയ്യുന്ന അല്ലെ, മക്കയിലെ മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം, മക്കക്കാരെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ അവരുടെ ജീവിത മാർഗം, ഉപജീവന മാർഗങ്ങളിൽ പ്രധാനപ്പെട്ടതായിരുന്നു കച്ചവടത്തിന് അവർ നാനാഭാഗങ്ങളിലേക്കും എന്ത് ചെയ്യാറുണ്ട്, ഒട്ടകപ്പുറത്തും അതുപോലെ തന്നെ മറ്റു വാഹനപ്പുറങ്ങളിലും കാൽനടയായിട്ടൊക്കെ അവർ സഞ്ചരിക്കാറുണ്ടായിരുന്നു. എന്നാൽ കടലിലൂടെയും അവർ എന്ത് ചെയ്തിരുന്നു, യാത്ര ചെയ്തിരുന്നു, പായക്കപ്പലുകളിലും മറ്റുമൊക്കെയായി. ഇവിടെ ആർത്തിരമ്പുന്ന സമുദ്രത്തിൽ അവരിങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഗശിയഹും മൗജുൻ, ആ സമുദ്രത്തിലെ തിരകൾ എന്ത് ചെയ്യും, അവരിങ്ങനെ വന്ന് മൂടും. ഏതുപോലെ? കൽദുലൽ, വലിയ ദുലലുകൾ പോലെ, പർവ്വതം പോലെ. ദുലൽ എന്നിവിടെ ഉദ്ദേശിച്ച് ശരിക്ക് നമ്മൾ തണലിന് ഉപയോഗിക്കും ലില്ല് എന്നുള്ളത്. അത് ലുൽമ്, അത് ദുലമ്, ഇരുട്ട്, ലുലമ്, ദുലുമാത്ത് എന്നൊക്കെ നമ്മൾ പറയും. ഇത് ദുലലാണ്, ദുലൽ അല്ലേ. നമ്മൾ ലില്ല് എന്ന് പറഞ്ഞാൽ ശരിക്കും തണലിന് പറയും. മിളല്ല എന്നറിയും നമ്മൾ, കൊടക്ക്, മിളല്ലത്ത് അല്ലേ.
യൗമ ലാ ളില്ല ഇല്ലാ ളില്ലുഹു എന്നിട്ടുണ്ടാവും. അന്ന് അള്ളാഹിൻ്റെ തണലല്ലാതില്ല. അർശിൻ്റെ തണലിനെ പറ്റി പറഞ്ഞെടുത്ത് ആ ളില്ലെന്ന് ഉപയോഗിക്കും. പക്ഷെ ഇവിടെ അതേപോലത്തെ ഒരു വാക്കാണ് ളുലൽ. തിരമാല വന്നുകൂടെ അങ്ങനെ അവർക്കിങ്ങനെ മറയിടുകയാണ് അല്ലേ? തിരകൾ വന്ന് അവരെങ്ങനെ മറയിടുന്നു, വലിയ പർവ്വതം പോലെ അതിങ്ങനെ മറയിടും. മറ്റൊരു സൂറത്തിൽ അല്ലാഹ് ഖസസിലത്തെ ഫിർഔനും സംഘവും രക്ഷപ്പെടും പോലെ മൂസാ നബി അലൈഹി സ്വലാത്തു ഫിറൗനും സംഭവം മൂസാ നബി രക്ഷപ്പെടുന്ന സമയത്ത് ഫിറൗനും സംഘവും പിന്തുടർന്നു. മൂസാ നബി വടിയടിച്ചപ്പോൾ തിരമാലകൾ പിളർന്നു അല്ലേ? എന്നിട്ട് ആ കടലിൽ പിളർന്നിട്ട് കത്തൗദ് എന്ന് പറഞ്ഞല്ല വലിയ ഒരു പർവ്വതം പോലെ രണ്ട് ദിക്കുകളിലായി തിരമാലകൾ നിന്നു എന്നാണ്. ഇവിടെ റബ്ബ് ഉപയോഗിച്ച വാക്ക് അതേപോലെ തന്നെ ഏകദേശം കൽദുലൽ, അവരുടെ മുകളിൽ ഒരു ഇങ്ങനെ മറയിട്ട് കൊണ്ടിരിക്കുന്ന തിരമാലകൾ. അതിങ്ങനെ കാണുമ്പോൾ പേടിയാവില്ല, ആരായാലും ഭയം ഉണ്ടാവും. കാരണം ദുർബലമായ കപ്പലുകളാണ്, ദുർബലമായ യാത്രക്ക് ഉപയോഗിക്കുന്ന വാഹനമാണ് കടലിൽ. അപ്പോൾ അത് ഇളകി മറിയുമ്പോൾ തന്നെ ഏതൊരു മനുഷ്യൻ്റെ മനസ്സിലും ഭയം ഉണ്ടാവും. അപ്പോൾ പറയാം ദഅഉല്ലാഹ്. മക്കയിലെ മുശ്രിക്കുകൾക്ക് അത് അനുഭവിക്കുമ്പോൾ അവരെന്ത് ചെയ്യുക? ദഅഉല്ലാഹ്, അവരല്ലാഹനെ വിളിക്കും. ദുആ ചെയ്യാന്നാണ് അല്ലേ? പ്രതിസന്ധി ഘട്ടങ്ങളിൽ അള്ളാഹുവിനോട് ദുആ ചെയ്തവൻ അള്ളാഹ് കൈയൊഴിയൂല. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നതും അതല്ലേ അല്ലേ? ഏറ്റവും വലിയ മുൾത്തറായ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അള്ളാഹുവിന് ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ അള്ളാഹു എന്ത് ചെയ്യും? ആ വിളിക്ക് ഉത്തരം നൽകും. അമ്മൻ യുജീബുൽ മുൾത്തറ ഇദാ ദഅ ഫയക്ഷിഫു സൂ. റബ്ബ് പറയുന്നു, ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അള്ളാഹെന്ന് വിളിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അവൻ്റെ ദുരിതത്തെ മാറ്റി കൊടുക്കുന്നതാണ്. ഇതാരാണ് ശരിക്കും വിളിച്ചതാരാ? മക്കയിലെ മുശ്രിക്കീങ്ങളാണ് വിളിച്ചത്. മുശ്രിക്കീങ്ങളാണ് അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ഏറ്റവും വലിയ ശിർക്ക് ചെയ്യുന്ന ആ തിന്മ ചെയ്യുന്ന ആളുകൾ വിളിച്ചത് അള്ളാഹെന്നാണ്. അവർക്ക് അള്ളാഹിനെ അറിയാം, അവർക്ക് അള്ളാഹിനെ നന്നായിട്ട് അറിയാം. അതാണ് ആകാശഭൂമികളെ പഠിച്ചത് അള്ളാഹെന്ന് അവർക്കറിയാം. ആർച്ചുരമ്പുന്ന തിരമാലകൾ കാണുമ്പോൾ അല്ലെ നൈസർഗികമായ മനുഷ്യ മനസ്സിലുള്ളൊരു ഫിത്രത്തുണ്ട്. അള്ളാഹു നമ്മൾ മുഴുവൻ പഠിച്ചത് ഒരു ശുദ്ധ പ്രകൃതിയിലാണ്. പ്രതിസന്ധി വരുമ്പോൾ ഏതൊരു യുക്തിവാദിയും ദൈവമില്ല എന്ന് പറഞ്ഞവരും എന്ത് ചെയ്യും? ഒരു ദൈവത്തിലേക്കുള്ള ഒരു വിളി അവൻ്റെ ഉള്ളിൽ നിന്ന് എന്ത് ചെയ്യും? പോകും. അത് ഫിത്രത്താണ്. അവരുടെ ബുദ്ധി കൊണ്ട് നിഷേധിച്ചാലും പ്രകൃതിപരമായ ചില കാര്യങ്ങൾ നിഷേധിക്കാൻ അവർക്ക് എന്ത് ചെയ്യൂല? കഴിയൂല. ഇവർ വിളിച്ചു അള്ളാഹെന്ന് അവർ വിളിക്കും. എങ്ങനെ വിളിക്കുക? മുഖ്ലിസീൻ. അള്ളാഹുടെ ആ വാക്ക് നോക്കി, മുഖ്ലിസീൻ, ഇഖ്ലാസോടെ. റബ്ബിൽ ഒരാളെയും പങ്കു ചേർത്തിട്ടില്ല. അവിടെ ലാത്തല്ല, അവിടെ ഉസ്സല്ല, അവിടെ മനാത്തില്ല, അവിടെ വേറെ മനുഷ്യ മനസ്സുകളിൽ കുടിയിരിക്കുന്ന ഒരു ശവകുടീരങ്ങളുമില്ല. അവർ വിളിച്ചത് മുഴുവനാരെ അള്ളാഹെന്ന് ഇഖ്ലാസോടുകൂടി, നിഷ്കളങ്കം. അല്ലെ, ഒരു കളങ്കവും ഇല്ല. ഒരു കളങ്കം, ഏറ്റവും വലിയ കളങ്കം ശിർക്കാണ്. ആ ഒരു കളങ്കവുമില്ല, ഒരു കാപട്യവും ഒരു ലോകമാന്യതയും ഇല്ല. അള്ളാഹെന്ന് വിളിച്ചു അവർ പ്രതിസന്ധി ഘട്ടങ്ങളിൽ. ലഹുദ്ദീൻ അല്ലേ? അവനേക്ക് ഇങ്ങനെ കീഴൊതുങ്ങി അവനിലേക്ക്. ദീൻ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താ ശരിക്ക്? മതം എന്ന് നമ്മൾ പറയും. എന്താ ദാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാഞ്ഞു എന്നാണ് ശരിക്കർത്ഥം. നമ്മളെ മനസ്സും നമ്മുടെ ശരീരവും ഇസ്ലാം എന്ന ദീനിലേക്ക് എന്ത് ചെയ്യാണ്? ചായൻ. ഇന്ന ദീന ഇൻദല്ലാഹി അൽ ഇസ്ലാമു. അപ്പോൾ റബ്ബ് ഇവിടെ പറയാം ഫലമ്മാ നജ്ജാഹും. ആ വരി അടിവരടേണ്ട വരിയാണ്. ഫലമ്മാ നജ്ജാഹും, അപ്പോൾ അവൻ അവരെ രക്ഷപ്പെടുത്തിയപ്പോൾ. നജ എന്ന് പറഞ്ഞാൽ രക്ഷപ്പെട്ടു. നജ്ജ എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുത്തി എന്നാണ്. ഇവിടുത്തെ നജ്ജ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ രക്ഷപ്പെടുത്തിയവൻ ആരാ? അള്ളാഹ്. ആരെയാണ് രക്ഷപ്പെടുത്തിയത്? അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന മുശ്രിക്കീങ്ങളെ, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ബഹുദൈവ വിശ്വാസികളെ അള്ളാഹെന്ന് വിളിച്ചപ്പോൾ അള്ളാഹ് എന്ത് ചെയ്തു? അതാണ് അമ്മ യുജീബുൽ മുൾത്തറ ഇദാ ദഅ. പ്രതിസന്ധി ഘട്ടങ്ങളിൽ അള്ളാഹിനെ വിളിച്ചു കഴിഞ്ഞാൽ ആരാണ് വേറെ ജവാബ് കൊടുക്കുക? അല്ലാതെ. ഫയക്ഷിഫുസൂ, അവരുടെ ദുരിതങ്ങൾ എന്ത് ചെയ്യും? അള്ളാഹു മാറ്റിക്കളയും എന്നാണ്. ഇവിടെ ഫലമ്മാ നജ്ജാഹും, അവരെ അള്ളാഹു രക്ഷപ്പെടുത്തി. അവിടെ ഇലൽ ബർ എന്ന് പറഞ്ഞാൽ കര. അറബി ഭാഷയുടെ പ്രത്യേകതയാണ്. ബർറ് കര, ബിർറ് പുണ്യം, ബുർറ് ധാന്യം. ഒരു ഹർക്കത്ത് കണ്ടിട്ട് മാറുമുണ്ടാകുന്ന അതിൻ്റെ സൗന്ദര്യം, ഭാഷാ സൗന്ദര്യമാണ്. ബർ ദുബൈയിലെ, ദുബൈൻ്റെ അക്കര അവറിന് പറഞ്ഞിട്ട് ലാസ്റ്റ് എന്തായത്? ബർ ദുബായ്. നമ്മളറിയാം അബറാന്ന് കേട്ടില്ല? നമ്മളെ നാട്ടിൽ അപ്പുറം എന്നറിയില്ലേ? പണ്ട് അറബികൾ ഇത് മുറിച്ച് കിടക്കുന്ന അപ്പുറത്തേക്ക് കിടക്കുക. ശരിക്കും അബ്ബിർ അബൂർ എന്നവിടെ കാണാം. നമ്മൾ ക്രോസ് ചെയ്യുന്ന ലൈനിന് അവിടെ എഴുതി കൊടുത്തിട്ടുണ്ടാവും. ക്രോസിങ് സീബ്ര ലൈനിൻ്റെ അവിടെ പേര് കൊടുത്താൽ ശരിക്കും മുറിച്ച് കിടക്കുക, അപ്പുറം കിടക്കുക എന്ന് നമ്മൾ പറയുമ്പോൾ അബ്ബറ എന്നുള്ള വാക്ക് ശരിക്കും മലയാളത്തിൽ എന്ത് ചെയ്താണ്? അറബികൾ വന്ന് പറഞ്ഞാൽ നമുക്ക് അപ്പുറമായതാണ്. അപ്പുറം എന്നുള്ളത് അബ്ബറ. ഇവിടെ ദുബായ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഓർമ്മ വന്നുകൊണ്ട് സൂചിപ്പിച്ചെന്നുള്ളൂ. ഇവിടെ ഞാൻ പറയുന്നത് അള്ളാഹ് പറയാം ഇലൽ ബർ, അവരെ കരയിലേക്ക് അള്ളാഹു രക്ഷപ്പെടുത്തിയപ്പോൾ ഫഹും മുഖ്തസിദ്. അപ്പോൾ അവരായി? അവർ ഫഹും മുഖ്തസിദ്, അവർ മധ്യമ നിലപാടുള്ളവരാണ്.
അല്ലേ? അള്ളാഹുവിൽ വല്ലാത്ത ഒരു കാര്യത്തിലും ധൂർത്തോ ഒരു കാര്യത്തിലും ഇസ്രാഫൊന്നുമില്ല, എന്നാൽ തീരെ ഇല്ലായില്ല, ഒരു മധ്യമ നില, മുക്തസിദ്ധികളാണ്. അള്ളാഹ് രക്ഷപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ, വേറെ സൂറത്തിൽ അള്ളാഹ് പറഞ്ഞത് എന്താ വെച്ചാൽ, ആർത്തിരമ്പുന്ന തിരമാലകളിൽ നിന്നുള്ളവരെ രക്ഷപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ രക്ഷപ്പെട്ടതിന് ശേഷം ഇദാഹും യുശ്രിക്കൂൻ, അവരെന്താകും? വീണ്ടും അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവരാകുന്നു. അപ്പോൾ ആ നേരത്തെ നമ്മൾ പറയില്ലേ, ചില നമ്മുടെ നാട്ടിലൊക്കെ ഒരു ചൊല്ല് പറയാറുണ്ടല്ലോ, പാലം കടക്കും തോറും എന്ന നിരക്ക് സ്വാഭാവികമായി നമ്മൾ ഉപയോഗിച്ച് പോരുന്ന ഒരു ചൊല്ലാണ്. അതുവരെ ഭയങ്കര തസ്ബീഹും ഇതൊക്കെ ചൊല്ലും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നുമില്ല എന്നുള്ളത് പോലെ നേരെ പുറം തിരിഞ്ഞിരിക്കുന്ന സ്വഭാവം അള്ളാഹു പ്രതിസന്ധി വരുമ്പോൾ മാത്രം അള്ളാഹ് അങ്ങനെയാണ്. അല്ല, ജീവിതത്തിൽ ദുരിതം വരുമ്പോഴും സന്തോഷം വരുമ്പോഴൊക്കാരാണ് അള്ളാഹ് മാത്രമേ പാടുള്ളൂ. തൗഹീദിൻ്റെ പാഠങ്ങൾ അള്ളാഹ് എന്ത് ചെയ്യണം? പഠിപ്പിച്ചു തരികയാണ്. റബ്ബ് പറയുന്നു, അവരുടെ സ്വഭാവം അതായിരുന്നു. കടൽ മുറിച്ച് കടക്കുമ്പോൾ അതിൻ്റെ തിരമാലകൾ അവരെ പൊതിയുമ്പോൾ അള്ളാഹെന്ന് വിളിക്കും. പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അതില്ല. റബ്ബ് പറയും, വമാ യജ്ഹദു ബിആയാതിനാ ഇല്ലാ കുല്ലു ഖത്താരിൻ കഫൂർ. വമാ യജ്ഹദു ബിആയാതിനാ, നമ്മുടെ ആയത്തുകളെ നിഷേധിക്കുകയില്ല. ജഹദ എന്ന് പറഞ്ഞാൽ കഫറ എന്നാണ്, അവിശ്വസിക്കുക. മറ്റേ ഫിറഔനെ പറ്റി പറഞ്ഞത് അതാ. ഒരുപാട് ആയത്തുകൾ അള്ളാഹ് എന്ത് ചെയ്ത് കാണിച്ചു കൊടുത്തു, ഒരുപാട് അള്ളാഹിൻ്റെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുത്തു. അപ്പം എന്ത് ചെയ്തു? അതിന് മുഴുവൻ നിഷേധിച്ചവനായിരുന്നു ആര്? ഫിർഔൻ എന്ന് പറഞ്ഞു. അതേ വാക്കാട് പടയും അത് ഉപയോഗിച്ചത്. യജ്ഹദു, ജഹദ യജ്ഹദു, അവർ നിഷേധിച്ചു കളഞ്ഞു, അവർ എന്ത് ചെയ്തു? അവിശ്വസിച്ചു കളഞ്ഞു. ബി ആയാത്തിന, നമ്മുടെ ആയത്തുകളെ മുഴുവൻ. ആരല്ലാതെ ഇനി അതിനെ ഇതാക്കൂല, ആരല്ലാതെ അതിനെ അവിശ്വസിക്കൂല. എല്ലാ കുല്ലു ഖത്താർ, എല്ലാ ഖത്താറുകളും. ഖത്താർ എന്ന് പറഞ്ഞാൽ വഞ്ചിക്കുന്നവർ, ചതിയന്മാർ എന്നാണ് ഖത്താർ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. നത്താ എന്നാണെങ്കിൽ ഖത്താർ, ഖത്തീർ എന്ന് പറയും. നമ്മൾ അപകടത്തിന്, ഡേഞ്ചർ എന്നുള്ളതിനെ ഖത്തീർ എന്ന് ഉപയോഗിക്കാറുണ്ട്. ഇവിടെ താ ആണ് അല്ലേ, താ മബ്സൂത. അപ്പോൾ ഖത്താരിൻ കഫൂർ, നന്ദി കെട്ടവൻ. കഫൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്ദി കെട്ടവൻ. കഫൂർ, മറ്റേത് ഗഫൂർ, അബ്ദുൽ ഗഫൂർ. ഇത് കഫൂർ. കഫറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നന്ദി കേട് കാണിക്കണേന് പറയും. ഇൻ ശക്കർത്തും ലാസീന, അവിടെ ശുക്റിന്, നിങ്ങൾ ശുക്ർ കാണിച്ചാൽ ലസീദന്നക്കും, ഞാൻ നിങ്ങൾക്ക് ധാരാളം നൽകും. ഇൻ കഫർത്തും, ശക്കറിൻ്റെ ഓപ്പോസിറ്റ് കഫറ എന്ന് ഉപയോഗിച്ചു. അതേ വാക്കാണ് ഇവിടെ കഫൂർ. ഷക്കൂർ നമ്മൾ ഇതിൻ്റെ മുകളിൽ ഉപയോഗിച്ചില്ലേ, ഇതിൻ്റെ മുന്നത്തെ ആയത്ത് നിന്നത് നോക്കി അല്ലേ. ഇന്ന ഫീ ദാലിക ലആയാത്തിൻ ലികുല്ലി സ്വബ്ബാരിൻ ഷക്കൂർ. അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ ക്ഷമാലുക്കൾക്കും അതീവ ക്ഷമാലുക്കൾക്കും നല്ല നന്ദി ചെയ്യുന്നവർക്ക് എന്തുണ്ട്? ദൃഷ്ടാന്തമുണ്ട്. അപ്പോൾ അതിനെ നിഷേധിച്ച ആളാണ് ആര്? കഫാർ. ഖത്താർ എന്ന് പറഞ്ഞാലോ വഞ്ചിച്ച് കളഞ്ഞവൻ. അപ്പോൾ അള്ളാഹുവിനോട് വഞ്ചന, അള്ളാഹുവിൻ്റെ റസൂലിനോട് വഞ്ചന, അള്ളാഹുലെ ഈ സ്വന്തത്തോട് പോലും വഞ്ചന കാണിക്കുന്ന എല്ലാ വഞ്ചിതരും, എല്ലാ നന്ദി കെട്ടവരും, അവരല്ലാതെ എൻ്റെ ആയത്തുകളെ, നമ്മുടെ ആയത്തുകളെ നിഷേധിക്കുകയില്ല. വമാ യജ്ഹദു ബിആയാതിന, നമ്മുടെ ആയത്തുകളെ നിഷേധിച്ച് തള്ളുകയില്ല എന്നുള്ള പറയാൻ. അപ്പോൾ അള്ളാഹിൻ്റെ ആയത്തുകൾ സ്വീകരിക്കുന്നവർ ആരാണ്? അവർ മുവഹിദീങ്ങളാണ്. അള്ളാഹിനോട് മാത്രം ദുആ ചെയ്യുക, അള്ളാഹെന്ന് മാത്രമേ വിളിക്കാൻ പറ്റുള്ളൂ, വേറെ ആളെ വിളിക്കാൻ പറ്റുമോ? ലോകത്തെ ഒരുപാട് ആളുകളെ കാണാം, കല്ലിനോടും മുള്ളിനോടും കുരിശിനോടും അല്ലേ, മറ്റു ബിംബങ്ങളോടും ദുആ ചെയ്യുന്നവരെ കാണാം, പലതിനോടും ദുആ ചെയ്യുന്നതിനെ കാണാം. നമുക്ക് മടിയുള്ള പലതിനെയും വിളിക്കുന്നവരെ കാണാം. പക്ഷേ റബ്ബ് പറയാം, അള്ളാഹിനെ മാത്രമേ വിളിക്കാൻ പാടുള്ളൂ. അത് പ്രതിസന്ധി ഘട്ടങ്ങളിലും എല്ലാ സന്തോഷ നിമിഷങ്ങളിലും. എന്താ റബ്ബ് ഇനി അവിടുന്ന് കൊടുക്കണ ഈ സൂറത്ത് അവസാനിക്കണത് ഒരു ഉപദേശത്തിലൂടെ. അത് ലോകർക്ക് മുഴുവൻ ബാധകമാണ്. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കുക. അല്ലെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഏതൊരു വാഴ തുടങ്ങണമെങ്കിൽ ആദ്യം പറയുന്നത് എന്താ? തഖ്വ കൊണ്ടുള്ള ഉപദേശമാണ്. അള്ളാഹു ഏതൊരു ഉപദേശം തരുമ്പോൾ ആദ്യം പറയില്ലാത്ത തഖ്വ, അള്ളാഹിനെ സൂക്ഷിക്കുക, പഠിച്ചോനെ സൂക്ഷിക്കാത്തതുകൊണ്ടാണ് മനുഷ്യന്മാർ മുഴുവൻ എന്ത് ചെയ്യുന്നത്? കുഴപ്പത്തിൽ ചെന്ന് ചാടുന്നത്. അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന റബ്ബ് നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ഏറ്റവും വലിയ സൂക്ഷ്മിക്കുന്നവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയാണ്. റസൂല ഇന്നി അന അത്ഖാ മിൻകും, നിങ്ങളെക്കാളും ഏറ്റവും വലിയ സൂക്ഷ്മത വെച്ച് പുലർത്തുന്നവൻ ഞാനാണ് എന്ന് റസൂലുള്ള പറഞ്ഞു. അപ്പോൾ അള്ളാഹിൻ്റെ വാക്കിനെ എത്രമാത്രം റസൂലുള്ള ജീവിതത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? മുറുകെ പിടിച്ചിട്ടുണ്ട്. അത് നമ്മളും കേൾക്കണം എന്നാൻ അള്ളാഹ് പറയുന്നു. നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ എന്ത് ചെയ്യുക? സൂക്ഷിക്കുക. നമ്മുടെ റബ്ബ് നമുക്കെല്ലാം തന്ന, നമ്മളെ സൃഷ്ടിച്ച് നമ്മളെ പരിപാലിക്കുന്ന, നമ്മളെ നിയന്ത്രിക്കുന്ന റബ്ബിനെ നമ്മൾ സൂക്ഷിക്കുക. വഖ്ഷൗ, ഒരു ദിവസത്തെ ഭയപ്പെടുക. വഖ്ഷൗ യൗമൻ, ഒരു ദിവസത്തെ ഭയപ്പെടുകയും ചെയ്യുക. ഇഖ്ഷൗ, ഹഷിയ എന്ന് പറഞ്ഞാൽ ഭയപ്പെട്ടു എന്നാണ്. ഇഖ്ഷൗ, നിങ്ങൾ ഭയപ്പെടുക. യൗമൻ, ഒരു ദിവസം. ഒരു ദിവസത്തിന് ഇങ്ങനെ പേടിച്ചിരിക്കണം എന്ന് അള്ളാഹ് പറയാം. ഏതാ ദിവസം? ലാ യജ്സി വാലിദുൻ അൻ വലദിഹി വലാ മൗലൂദുൻ ഹുവ ജാസിൻ അൻ വാലിദിഹി ഷൈഅ. ഒരു വാപ്പാക്ക് ഒരു മകന് യാതൊരു ഉപകാരവും ചെയ്യാൻ പറ്റാത്ത ദിവസം, വാപ്പാക്ക് മക്കളെ തിരിഞ്ഞു വെക്കാൻ പറ്റാത്ത ദിവസം അല്ലേ. അതുപോലെ തന്നെ ഒരു മകന് പിതാവിന്
എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു പ്രത്യുപകാരം ചെയ്യാൻ സാധിക്കാത്ത ദിവസം വാപ്പാക്കും പറ്റൂല, മോനക്കും പറ്റൂല. എത്ര മക്കളെ നമുക്ക് ഇവിടെ കാണാം, അവരുടെ ആയുഷ് മുഴുവൻ ചിലവഴിച്ച് കുടുംബത്തിന് വേണ്ടി ചിലവഴിക്കുന്ന മക്കളെ കാണാം. ദുനിയാവിൽ നമുക്കത് പറ്റും, ഒരാൾക്ക് വേണ്ടി ലൈഫ് മുഴുവൻ സാക്രിഫൈസ് ചെയ്യാൻ കഴിയും. പക്ഷേ പരലോകത്ത് ഒരാൾക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യാൻ അവസരമില്ല. റബ്ബ് പറയാൻ ലാ, ആ വാക്കെന്നെ വളരെ അർത്ഥവത്താണ്. ലാ യജിസി, എന്താ ജാസ യുജാസി എന്ന് പറഞ്ഞാൽ ശരിക്കും പ്രത്യുപകാരം ചെയ്യുക, പ്രയോജനം ചെയ്യുക എന്നുള്ളതിനൊക്കെ ഉപയോഗിക്കും. ജാസ യുജാസി, ജസാക്കല്ല എന്നുള്ളത് അല്ലേ. ഇവിടെ ലാ യജിസി വാലിദുൻ, ഒരു ബാപ്പാക്ക് ഉപകാരം ചെയ്യാൻ കഴിയൂല. ആരെ തൊട്ട് അൻ വലദിഹി, തൻ്റെ മോനക്ക്. എത്ര സ്നേഹം ഉണ്ടാവും വാപ്പാർക്ക്. നമ്മളെ വാപ്പാക്കൊക്കെ നമ്മളോട് എന്ത് സ്നേഹം, നമുക്ക് വേണ്ടി ഒരു ആയുസ് മുഴുവൻ ചിലവഴിച്ചവരാൻ. അള്ളാഹു അവർക്ക് എല്ലാവിധ റഹ്മത്തും കൊടുക്കട്ടെ, അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. പക്ഷേ പരലോകത്ത് അവർക്ക് ഒന്നിനും കഴിയൂല. നമുക്ക് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കുടുംബക്കാരെ മുഴുവൻ വിളിച്ചു. ഒരു മക്കയിൽ ഒരു മലയുടെ മുകളിൽ കയറിയിട്ട് എൻ്റെ പ്രിയപ്പെട്ട ഖുറൈശികളെ മുഴുവൻ വിളിച്ചു. ഓരോ ഖുറൈശിയിലെ പോഷനെയും അല്ലേ, എന്താണ് ബനി മുറയുടെ മക്കളെ എന്നൊക്കെ വിളിച്ചിട്ട്, ബനി കഅബിൻ്റെ മക്കളെ എന്നൊക്കെ വിളിച്ച് ഖുറൈശികളെല്ലാവരെയും വിളിച്ചു. എന്നിട്ടെല്ലാവരോടും പറയാം, അങ്കിദു അൻഫുസകും മിനന്നാർ, നിങ്ങളെല്ലാവരും നിങ്ങളെ നരകത്തിൽ നിന്ന് നിങ്ങൾ തന്നെ എന്ത് ചെയ്യണം, കാക്കണം. എത്രത്തോളം എന്ന് വെച്ചാൽ അവസാന റസൂലിനെ വിളിക്കാൻ, യാ ഫാത്തിമ ബിൻത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദിൻ്റെ മകൾ ഫാത്തിമ, അങ്കിദി നഫ്സക്കി മിനന്നാർ, നരകത്തിൽ നിന്ന് നീ നിൻ്റെ തടിയെ കാത്തുകൊള്ളണം. കാരണം നാളെ പരലോകത്ത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഒന്നും ചെയ്യാൻ കഴിയൂല, ഞാൻ നിസ്സഹായനാണ്. പരലോകത്ത് എനിക്ക് സഹായിക്കാൻ കഴിയൂല, പരലോകത്ത് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യാൻ എനിക്ക് കഴിയൂല എന്ന് സ്വന്തം മകളോട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞുവെങ്കിൽ, നമ്മുടെയൊക്കെ പിതാവും നമുക്ക് നമ്മുടെ മക്കളോടുമുള്ള ആ ഒരു മുജാസാത്ത് അതൊരിക്കലും സാധ്യമല്ല. യൗമ യഫിറുൽ മർഉ മിൻ അഖി വ ഉമ്മിഹി വ അബിഹി വ സാഹിബതിഹി വ ബനി ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅനു യുഗ്നി. അന്ന് എല്ലാവരും സെൽഫിഷാണ്. നമ്മളൊക്കെ നമ്മളെ കാര്യം, സ്വന്തം കാര്യം മാത്രമായിരിക്കും. ഒരാൾക്ക് തൻ്റെ യൗമ യഫിറുൽ മർഉ മിൻ അഖി, സ്വന്തം സഹോദരനെ വിട്ട് ഓടിപ്പോകുന്നാൻ. യൗമ യഫിറുൽ മർഉ മിൻ ഉമ്മിഹി വ അബി, അല്ലേ, സ്വന്തം ഉപ്പയെയും ഉമ്മയെയും വിട്ട് ഓടിപ്പോകുമെന്നാൻ. വ സാഹിബതിഹി വ ബനി, നമ്മളൊക്കെ ഇങ്ങനെ ഒട്ടിയുറങ്ങുന്ന നമ്മുടെ പ്രിയതമയെ നമ്മൾ എന്ത് ചെയ്യും, വിട്ടേച്ചു പോകും. നമ്മൾ താലോലിച്ച് ഓമനിച്ച് വളർത്തിയ മക്കളെ നമ്മൾ വലിച്ചെറിഞ്ഞു പോകും. അന്ത്യസമയത്തിൻ്റെ ഭീകരത ഒരിക്കൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹജ്ജിൽ പറഞ്ഞു. അല്ലാഹു പറയാണ്, യൗമ തളഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹാ വതറന്നാസ സുഖാറ വമാ ഹും ബിസുഖാറ. അന്ത്യസമയത്തിൻ്റെ ഭീകരത പറഞ്ഞപ്പോൾ അല്ലാഹു പറയാണ്, അന്ത്യസമയം എന്ന് പറഞ്ഞാൽ പരലോകത്തിൻ്റെ സ്റ്റാർട്ടിങ് അല്ലേ, എല്ലാ തകർന്നു തുടങ്ങുന്ന സമയമാണ്. മുലയൂട്ടുന്ന സ്ത്രീകൾ അവരുടെ മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളെ വലിച്ചെറിയുന്നാൻ. വതദ്ഹലു കുല്ലു ദാതി ഹംലിൻ ഹംലഹാ വതദ്ഹലു കുല്ലു മുർളിഅത്തിൻ അമ്മ അർളഅത് വതളഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹാ. മുലയൂട്ടുന്ന കുട്ടികളെ മുഴുവൻ എന്ത് ചെയ്യും, വലിച്ചെറിയും. ഇതിൻ്റെ ഭീകരത കാരണം വലിച്ചെറിയുന്ന അന്നേരം എൻ്റെ ചോര പൈതൽ നിന്ന് ആരും പറയില്ല. ഇന്നൊരു കുട്ടി ഒന്ന് വീഴാൻ പോകുമ്പോൾ ഉമ്മ എന്ത് ചെയ്യും, പിടിക്കും. പക്ഷേ അപ്പോൾ ഈ ദുനിയാവിലെ ഖിയാമത്ത് നാളിൻ്റെ അവസ്ഥ അതാണെങ്കിൽ, അത് കഴിഞ്ഞുള്ള ദിവസം മഹ്ശറിലെ അവസ്ഥ അതിഭയാനകരമാണ്. അതാണ് ലാ യജിസി വാലിദുൻ അൻ വലദിഹി വലാ മൗലൂദുൻ. ദ മൗലൂദ് നമ്മളിന്ന് അവിടെ ഇതിമൊക്കെ ഇങ്ങനെ നോക്കിയാണ്, മൗലിദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ ജന്മദിനം എന്നുള്ളവർക്ക് പറയാം മൗലിദ്, അല്ലേ. ശരിക്കും വലദ എന്ന് പറഞ്ഞാൽ ജനിച്ചു എന്നാണ് അർത്ഥം. വലദ ജനിപ്പിച്ചു, കുട്ടിക്ക് പറയും വലദുൻ. വലദ യലിദു, അത് ഫെയിലു മാദി മുദാരി. വലദ യലിദു. മീലാദ് എന്ന് പറഞ്ഞാൽ ജനനം എന്നാണ് അർത്ഥം. മൗലിദ് എന്ന് പറഞ്ഞാൽ ജനനം എന്നാണ് അർത്ഥം. അതേ വാക്കാണ് ഇവിടെ വന്ന് മൗലൂദ് എന്ന് പറഞ്ഞാലോ, ജനിപ്പിക്കപ്പെട്ടതാണ് കുട്ടി എന്നാണ് അർത്ഥം. മൗലൂദ്, ആൺകുട്ടിയാകുമ്പോൾ മൗലൂദ്, പെൺകുട്ടിയാകുമ്പോൾ മൗലൂദ എന്ന് പറയും. വലാ മൗലൂദുൻ, ഒരു കുട്ടിക്ക് സാധിക്കൂല, ഒരു കുട്ടിയാവൂല, എന്താവൂല, ഹുവ ജാസിൻ, അവൻ ജാസി, മുജാസാത്ത് ചെയ്യുന്നവനല്ല, പ്രത്യുപകാരം ചെയ്യുന്നവനല്ല. ആർക്ക്, ലി വാലിദിഹി, അല്ലെ, അം വാലിദിഹി, അവൻ്റെ പിതാവിന്. അതാ ലം യലിദ് വലം യൂലദ്, അല്ലേ. അള്ളാഹു അവൻ ജനിച്ചതുമല്ല ജനിപ്പിക്കുന്നവനും അല്ല. എന്നപ്പോൾ വലദ ജനിച്ചു എന്നർത്ഥമുണ്ട്, ജനിപ്പിച്ചു എന്നും പറയും. വാലിദ് ജനിപ്പിക്കുന്നവൻ അഥവാ ബാപ്പ എന്നുള്ള അർത്ഥത്തിൽ, വാലിദത്ത് ഉമ്മ എന്നുള്ള അർത്ഥത്തിൽ അറബികൾ ഉപയോഗിക്കാറുണ്ട്. ഖുർആനിൽ അള്ളാഹു ഉപയോഗിച്ച വാക്കതാണ്. അപ്പോൾ മകൻക്ക് ഉപ്പാക്കും ചെയ്യാൻ പറ്റില്ല, ഉപ്പാക്ക് മക്കളെയും പരിഗണിക്കുക. ഒരു സഹായത്തിന് ഒന്നിനൊരു അവസ്ഥ ഉണ്ടാവില്ല. ലികുല്ലിംറിഇൻ യൗമഇദിൻ ശഅനു യുഗ്നി, അന്ന് എല്ലാ മനുഷ്യർക്കും അവൻ്റെ കാര്യം മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം കാര്യം നോക്കൂല, അല്ലേ. അന്ത്യനാളിൻ്റെ ഭയാനകതയെ പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം കാര്യമല്ല നോക്കുക. നമ്മളെല്ലാവരും എന്താ പറയുക, നഫ്സി നഫ്സി എന്നാ പറയാം പരലോകത്ത്.
ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമ്പോൾ എൻ്റെ ദേഹം അവിടെ നമ്മൾ ആരും തിരിഞ്ഞു നോക്കൂല. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മാത്രം പറയുന്ന വാക്കെന്താ? ഉമ്മത്തി ഉമ്മത്തി, എൻ്റെ ഉമ്മത്ത് എന്നാണ്. നബിയുടെ ദുആകളിൽ, ഇവിടെ നമസ്കാരങ്ങളിൽ ഈ ഉമ്മത്ത് മാത്രമായിരുന്നു സല്ലല്ലാഹു അലൈഹി വഅലാ അലിഹി വസഹബിഹി വസല്ലം. എന്നാൽ വേറൊരാൾക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, തിരിഞ്ഞൊക്കെ പറ്റൂല. നബിയുടെ ശുപാർശയ്ക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? കൊതിക്കും. എല്ലാ അമ്പിയാക്കളുടെ അരിയിൽ ചെല്ലും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അവിടെയൊക്കെ ചെല്ലും. അവിടെ വാപ്പല്ല തിരിഞ്ഞു നോക്കാൻ, അവിടെ മക്കളില്ല തിരിഞ്ഞു നോക്കാൻ, അവിടെ ആരുമില്ല എന്നാണ് റബ്ബ് പറയാം. ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, ഇത് റബ്ബിൻ്റെ വാക്കാണ്, ഇത് ഹക്കാണ്. വഅദ് എന്ന് പറഞ്ഞില്ല, വാദ അല്ലേ? അള്ളാഹുവിൻ്റെ വഅദ് അത് ഹക്കാണ്. ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ, ദുനിയാവിലെ ജീവിതം നിങ്ങളെന്ത് ചെയ്ത് വഞ്ചിപ്പിച്ച് കളയരുത്. ഹയാത്തു ദുനിയ നിങ്ങളെന്ത് ചെയ്യരുത്, വഞ്ചനയിലാഴ്ത്തി കളയുക. ഗുറൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഞ്ചിപ്പിച്ച് കളയാന്നാണ്. ഇവിടെ ഗറ യഗുറു, നിങ്ങൾ വഞ്ചിപ്പിച്ച് മോഹിപ്പിക്കുക. ഒരു സാധനം ഇങ്ങനെ കാണിച്ചു തന്നിട്ട് നമ്മളെ വ്യാമോഹം നൽകൂലേ, നമ്മളെ മനസ്സിൽ മോഹിപ്പിച്ചിട്ട് അതിനെ പറ്റിച്ച് കളയൂലേ. ദുനിയാവ് നിങ്ങളങ്ങനെ എന്ത് ചെയ്യരുത്, വഞ്ചിച്ച് കളയാതിരിക്കട്ടെ. വലാ തഗുറന്നക്കും, നിങ്ങളെ വഞ്ചിച്ച് കളയാതിരിക്കുക തന്നെ ചെയ്യട്ടെ. അൽ ഹയാത്തു ദുനിയ. പക്ഷേ എല്ലാവരും ദുനിയാവിൻ്റെ വയറ്റല്ലേ മനുഷ്യന്മാർ അല്ലേ? മുഴുവൻ എന്ത് ചെയ്യൻ, കാലങ്ങൾ കഴിയും തോറും നമ്മളെ മനസ്സ് ഏറ്റവും കൂടുതൽ ആഖിറത്തിനേക്കാളും ഇവിടെയൊക്കെ ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ, നിങ്ങൾ മോഹിക്കുന്നതെന്ന് പ്രാധാന്യം കൽപ്പിക്കുന്നതും എന്തിനാണ്? ദുനിയാവിലെ ജീവിതത്തിനോടാണ്. അള്ളാഹ് പറഞ്ഞു, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഇനി ആ ദുനിയാവ് മാത്രമല്ല നമ്മളെ ചതിക്കാതിരിക്കേണ്ടത്, ആരും കൂടി ചതിക്കാതിരിക്കണം. വലാ യഗുറന്നകും ബില്ലാഹിൽ ഗുറൂർ, അവൻ അള്ളാഹുവിൻ്റെ വിഷയത്തിൽ നിങ്ങളെ ഒരു ചതിയും ചതിക്കാതിരിക്കട്ടെ. ആരാണ് അവൻ? ശൈത്താൻ അല്ലേ? ഫത്തഖിദൂഹു അദുവ്വ, ശൈത്താനെ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു അദുവായി, ശത്രുവായിട്ട് തന്നെ കാണണം എന്നല്ല പറഞ്ഞത്. നിങ്ങളുടെ ഏറ്റവും വലിയ എനിമി ആരാണ്? പിശാചാൻ. അവൻ നമ്മളെ വഞ്ചിപ്പിക്കും, പല മോഹങ്ങളും പറയും. നമ്മുടെ ഉപ്പയെയും ഉമ്മയെയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയതുപോലെ അല്ലേ? എന്താ പറഞ്ഞത്? ഭക്ഷണം ഇത് കഴിച്ചോ എന്ന് പറഞ്ഞു, പഴം കഴിച്ചോ എന്ന് അള്ളാഹ് പറഞ്ഞതാണ്. എന്ത് ചെയ്യരുത്? ഫലാ തഖറബ ഹാദിഹി ഷജറ, നിങ്ങൾ രണ്ടുപേരും ഈ ഫലവൃക്ഷത്തിൻ്റെ അരികിലേക്ക് പോകണ്ടെന്ന് ആദമിനോടും ഹവ്വയോടും പറഞ്ഞു. പക്ഷേ മറ്റാൾ വന്നിട്ട് എന്ത് ചെയ്തു? പിശാച് വന്നിട്ട് മോഹിപ്പിച്ചു. ഓരോ കാര്യം ഇങ്ങനെ മുന്നിൽ ഇങ്ങനെ കാണിച്ച്, നമ്മളെപ്പോഴും അങ്ങനെ തന്നെ അല്ലേ? പല തിന്മകളിലേക്ക് നമ്മൾ കൊണ്ടു ചാടിക്കുന്നതാരാ? പിശാചാൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനി റജീം. ആ പിശാച് നിങ്ങളെ വഞ്ചിക്കാതിരിക്കുകയും ചെയ്യട്ടെ. ബില്ലാ, അള്ളാഹുവിൻ്റെ കാര്യത്തിൽ, അള്ളാഹിൻ്റെ വിഷയത്തിൽ റബ്ബ് ഉപദേശിക്കുകയാണ്. നമ്മളെ സൂറത്തുൽ ലുഖ്മാൻ്റെ അവസാനത്തിൽ അള്ളാഹ് നൽകുന്ന ഉപദേശം എത്ര ബലിഷ്ഠമാണ്, എത്ര ശ്രേഷ്ഠമാണ്. റബ്ബ് പറയാൻ അല്ലേ? പരലോകമെന്ന ദിവസത്തെ, ഒരു ദിവസത്തെ നീ, ഒരു ദിവസം എന്നാൽ പരലോകത്ത് വരാനിരിക്കുന്ന ഒരു ദിവസത്തെ നീ ഭയപ്പെടുക, അള്ളാഹുവിനെ സൂക്ഷിക്കുക. അള്ളാഹുവിൻ്റെ വാദ എന്ന് പറയുന്നത് അത് ഹക്കാൻ. മാത്രവുമല്ല ദുനിയാവും പിശാചും നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. അള്ളാഹിൻ്റെ കൽപ്പനകളെ ജീവിതത്തിൽ നിറവേറ്റാനുള്ള മാനസികമായ അതുപോലെ തന്നെ ശാരീരികമായ എല്ലാവിധ ഊർജ്ജവും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ സൂറത്തിൻ്റെ അവസാനത്തെ ആയത്ത് അത് നമ്മളെ മനസ്സിൽ എപ്പോഴും കോറിയിടേണ്ട ആയത്ത്, നമ്മൾ പലപ്പോഴും കേട്ട ആയത്താണ്. റബ്ബ് പറയുന്നു, ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ, തീർച്ചയായും അള്ളാഹു അവൻ്റെ അരികിലാണ്. ഇൽമുസ്സാഅ, 5 കാര്യങ്ങൾ അള്ളാഹ്ക്ക് മാത്രം, 5 കാര്യങ്ങൾ മാത്രമേ, അതിനപ്പുറത്തേക്കും അള്ളാഹു മാത്രമായതുണ്ട്. ഇവിടെ 5 കാര്യങ്ങൾ അള്ളാഹ് ഓർമ്മിപ്പിക്കാൻ. ചില പണ്ഡിതന്മാർ പറഞ്ഞു, മഫാത്തിഹുൽ ഗൈബ്, അദൃശ്യത്തിൻ്റെ താക്കോൽ, മഹാസിൻ അല്ലേ, താക്കോൽ, അദൃശ്യകാര്യങ്ങളുടെ താക്കോൽ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഈ ആയത്തിനെ പരിചയപ്പെടുത്തിയെന്നാണ്. ഒരു സ്വഹാബി നബി സല്ലല്ലാഹി അലൈഹി വസല്ലമിൻ്റെ അരികിലേക്ക് ഓടി വന്നു. നബിനോട് ചോദിക്കുകയാണ്, അന്ത്യസമയം എപ്പോഴാണ്? അതുപോലെ തന്നെ നബിനോട് അയാൾ ചോദിക്കുക, ആ സ്വഹാബി പറയാണ്, ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പോരുമ്പോൾ എൻ്റെ ഭാര്യ ഗർഭിണിയാണ്, ഒരു കുട്ടിക്ക് അവളുടെ വയറ്റിൽ കിടക്കുന്ന കുട്ടി എന്താണ്? നബിനോട് ചോദിക്കാൻ. അതുപോലെ തന്നെ നബിയെ, കന്നുകാലികളും ഇതെല്ലാം എന്ത് ചെയ്തു? വെള്ളം കിട്ടാതെ ഇങ്ങനെ നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു, മഴ ലഭിക്കുന്നത് എപ്പോഴാണ്? നബിയോട് 5 കാര്യങ്ങൾ ചോദിക്കുകയാണ്. ഈ ആയത്തിൽ പറഞ്ഞ 5 കാര്യം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഈ ആയത്ത് ഓതി കൊടുത്തു എന്നാണ്. ഈ ആയത്ത് ഇറങ്ങാനുള്ള പശ്ചാത്തലം ആ ഒരു സ്വഹാബിയുടെ ഈ 5 ചോദ്യങ്ങളായിരുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ മുഹദ്ദിസീങ്ങൾ പറഞ്ഞ റസൂലുള്ളാഹി അവിടെ മഫാത്തിഹുൽ ഗൈബ്, ഈ അദൃശ്യം എന്ന് പറയുന്നത് അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. അല്ലല്ലാതെ ഒരാൾക്കും അദൃശ്യം അറിയുമെന്ന് വിശ്വസിക്കുന്നത് എന്താ? അത് മഹാ അബദ്ധമാണ്, വലിയ പാതകമാണ് അല്ലേ? ഷിർക്കിൽ പെടാവുന്ന, ഷിർക്കിൻ്റെ ഭാഗമായി തീരുന്ന ഒരു വലിയ കുറ്റമാണ്. ലാ യഅലമുൽ ഗൈബ ഇല്ലല്ലാഹ്, അല്ലാതെ എന്ത് ചെയ്യൂല? ഗൈബ് അറിയുന്നവനില്ല. ഇവിടെ ഗൈബിൻ്റെ ബാലപാഠങ്ങൾ അള്ളാഹ് പറഞ്ഞിരുന്നു. തീർച്ചയായും അള്ളാഹു അവൻ്റെ അരികിലാണ്. ഇൽമുസ്സാ, അന്ത്യസമയത്തെ പറ്റിയുള്ള അറിവ്. ആർക്കെങ്കിലും അറിയോ? ജിബ്രീൽ വന്ന് ചോദിച്ചു റസൂലുള്ളാഹിനോട്, അന്ത്യസമയം എപ്പോഴാണ്? ഒരു മനുഷ്യരൂപത്തിൽ, തൂവള്ള കുപ്പായത്തിൽ, കറുത്ത മുടിയുള്ള രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അരികിൽ ഈമാനും ഇസ്ലാമും ഒക്കെ ചോദിച്ചതിൻ്റെ ഇടയിൽ ചോദിക്കാൻ എപ്പോഴാണ് അന്ത്യസമയം? അപ്പോൾ റസൂൽ പറഞ്ഞത്, അമ്മൽ മസ്ഊൽ അൻഹാ ബിഅഅലമ മിനസ്സാഇൽ, ചോദിക്കുന്ന ആളെക്കാൾ എന്തില്ല, ചോദിക്കപ്പെട്ടവന് അറിവില്ല എന്ന് പറഞ്ഞു ഞാൻ. അപ്പോൾ അന്ത്യസമയത്തെ സംബന്ധിച്ചുള്ള അറിവ് ആർക്ക് മാത്രം? അത് അള്ളാഹ്ക്ക് മാത്രം. ഇനി രണ്ടാമത്തെ, വയുനസ്സിലുൽ ഗൈസ് അല്ലേ, ആകാശങ്ങളിൽ നിന്ന് മഴ വർഷിപ്പിക്കുന്നവൻ അവനാണ്. അപ്പോൾ എപ്പോഴാണ് മഴ ഇറങ്ങുക? എപ്പോഴാണ് മഴ നിൽക്കുക?
ഈ വക കാര്യങ്ങളെ സംബന്ധിച്ച് അറിയുന്നവൻ ആരാൻ? അള്ളാഹു മാത്രമാണ്. വയഅലമു മാ ഫിൽ അർഹാം, അല്ലേ, ഗർഭപാത്രങ്ങളിലുള്ളതിനെ അറിയുന്നവനും അവനാണ്. അർഹാം, റഹിം, ഗർഭപാത്രത്തിന് പറയും റഹിം. റഹ്മത്ത് എന്ന് പറയും കാരുണ്യം. ഏറ്റവും കൂടുതൽ കാണിക്കേണ്ട ആ റഹിം വയറ്റിൽ പേറി നടക്കുന്നവളോടാണ്, ഉമ്മയോടാണ്, അല്ലേ. അള്ളാഹു ഉമ്മാക്ക് ദീർഘായുസ് കൊടുക്കട്ടെ, നമ്മുടെ ഉമ്മാക്ക് അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ, അല്ലേ. റഹിം, റഹിം എന്ന് പറഞ്ഞാൽ ഗർഭപാത്രത്തിന് പറയും. റഹ്മത്ത് എന്ന വാക്കിൽ നിന്നുണ്ടായതെന്നാണ്. പക്ഷെ എത്ര ആൾക്കാരാണ് ഉദരത്തിൽ ഇങ്ങനെ ചവിട്ടി മെതിക്കുന്നത്, ക്രൂരന്മാർ. റബ്ബ് പറയുന്നു ആ അർഹാമുകളിലുള്ളതിനറിയുന്നവൻ അള്ളാഹു മാത്രമാണ്. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ചില ആൾക്കാരൊക്കെ ചോദിക്കും സ്കാൻ ചെയ്തു മറ്റേതൊക്കെ 2 ദിവസം മുന്നേ അറിയുന്നുണ്ടല്ലോ. പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ഒരു കാര്യത്തെ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതറിയുന്നത് ആര് മാത്രമാണ്? അല്ല മാത്രം. ഇപ്പോൾ വളരെ സൂക്ഷ്മദർശിനികൾ കൊണ്ട് എന്ത് ചെയ്യാറുണ്ട്, നമ്മളെ കണ്ണുകൾ കൊണ്ട് കണ്ണിന് ഒരു പരിധികളെ ശാസ്ത്രം പറയാറുണ്ട്. ഇപ്പോൾ കേൾവിക്ക് പരിധി പറയും. 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിലുള്ളതിനെ മനുഷ്യന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കേൾക്കാൻ സാധിക്കുള്ളൂ. അതിനപ്പുറത്ത് ഉൾക്കൊള്ളാൻ നമ്മുടെ ചെവികൾക്ക് എന്തില്ല, കപ്പാസിറ്റി ഇല്ല. അതുപോലെ തന്നെ പ്രകാശത്തിൻ്റെ കണക്ക് പറയുമ്പോഴും പരിധികളെ പറയും. ആ പരിധികൾക്ക് അപ്പുറം നമ്മുടെ കണ്ണുകൾ കാഴ്ച എന്ത് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹിനെ കാണണമെന്ന് പറഞ്ഞു. പക്ഷേ അള്ളാഹുവിൻ്റെ പ്രകാശത്തിൻ്റെ ഒരു ഭാഗം വന്നപ്പോഴേക്കും മൂസ എന്ത് ചെയ്തു, ബോധം കെട്ടു വീണു എന്നാൽ. ദുനിയാവിൽ പരിധികളുണ്ട്, പരിമിതികളുണ്ട്, കുറവുകളുണ്ട്. പക്ഷേ ആ കുറവുകൾക്കും അപ്പുറം, അല്ലേ. ഇനിയിപ്പോൾ മനുഷ്യന്മാർ ചിലത് അനുമാനങ്ങൾ പറയും. ചിലപ്പോൾ നാളെ മഴ പെയ്തേക്കാം. നമ്മൾ തന്നെ പലപ്പോഴും കാലാവസ്ഥക്കാർ പറയണ പോലെ ഒരു ഉറപ്പില്ലാതെ പറയില്ല എന്ന് പറയും. കാലാവസ്ഥക്കാർ പറയും ചിലപ്പോൾ നാളെ മഴ പെയ്യും, ചിലപ്പോൾ നാളെ മഴ പെയ്യണമെന്നില്ല. അതൊക്കെ അനുമാനങ്ങളാണ്. ഈ അനുമാനങ്ങൾ എന്തല്ല, ഗൈബല്ല. പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യത ഉണ്ടെന്നറിയാം ലാസ്റ്റ്. അതേപോലെ തന്നെ ഏതൊരു കാര്യമാണെങ്കിലും വളരെ ഗോപ്യമായി. ഇപ്പോൾ കുട്ടി, അല്ലേ, ചിലപ്പോൾ ഇവിടെ ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആണാണോ പെണ്ണാണോ എന്നുള്ളത് നാട്ടിലും ഒക്കെ ടെസ്റ്റിൽ തന്നെ എന്ത് ചെയ്യും, അറിയുന്ന കാര്യങ്ങളാണ്. പക്ഷേ അള്ളാഹു അറിയുന്നുള്ളതെന്ന് പറയുമ്പോൾ അതിനെ പറ്റിയല്ല. അത് ആണാണോ പെണ്ണാണോ, ഇനി അതിൻ്റെ വർണ്ണം എന്താണ്, ഭാവിയിൽ അതെന്താണ്, അത് ഷഖിയാണോ സഈദാണ്, ഇന്നിത്യാദി കാര്യങ്ങളൊന്നും ഒരു മനുഷ്യൻ്റെ കഴിവിൽ പെട്ടതല്ല. അതാർക്ക് മാത്രമേ അറിയുള്ളൂ, അല്ലേ. ഈ കുട്ടിയുടെ ആയുസ് എത്രയാണ്, ഈ കുട്ടിക്ക് ഉപജീവനം എത്രയാണ്, അല്ലേ. അത് ഏത് രൂപത്തിൽ, അത് ജനിച്ചു വീഴുമ്പോൾ ജീവൻ ഉണ്ടാവോ, ജനിച്ചു വീഴുമ്പോൾ അതിന് എന്താണ് ജീവൻ ഇല്ലാതിരിക്കുമോ, ഇതൊക്കെ പറയുന്നത് ആരാണ്? അതാണ് യഅലമു മാ ഫിൽ അർഹാം, മൻ ഫിൽ അർഹാം എന്നല്ല. എന്താണ് അർഹാമിലുള്ളത് എന്നറിയുന്നവൻ ആര് മാത്രം? അതല്ല മാത്രമാണ്. അപ്പോൾ ആയത്ത് വലിയ അർത്ഥമാണ്, വല്ലാതെ നമ്മളവിടെ വിശദീകരിക്കുന്നില്ല. റബ്ബ് പറയാൻ വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദ, നാളെ നീ എന്ത് ചെയ്യും, എന്ത് സമ്പാദിക്കുമെന്നും ഒരു മനുഷ്യദേഹത്തിനും എന്ത് ചെയ്യൂല, അറിയുകയില്ല. ഒരു നഫ്സിനും അറിയൂല നാളെ എന്താ ചെയ്യുക. അപ്പോൾ ചില ആൾക്കാർ പറയും ഞാനൊരു കാര്യം നാളെ അങ്ങോട്ട് ചെയ്യൂ, അത് ഉറപ്പിച്ചു ഞാനത് ചെയ്യൂലേ. പക്ഷേ എത്ര കാര്യങ്ങൾ അങ്ങനെ ഉറപ്പിച്ചിട്ട് ചെയ്യാതെ പോകുന്നവരുണ്ട്. ഇൻഷാ അള്ളാഹ് ഉദ്ദേശിച്ചാലല്ലാതെ. അപ്പോൾ എത്ര വലിയ, അല്ലേ, നാളെ കഴിഞ്ഞ് മറ്റന്നാളിൽ ചെയ്യുന്നതായാലും എത്ര വർഷങ്ങൾക്ക് അപ്പുറം ചെയ്യുന്നവർ, മനുഷ്യൻ എത്ര പ്ലാൻഡ് ആയാലും, അല്ലേ, അതിൻ്റെ എല്ലാ മൈനോട്ടുകളെയും അറിയുന്നവൻ ആര് മാത്രമാണ്? അള്ളാഹ് മാത്രമാണ്. അതാണ് വമാ തദ്രി, ഈ വക കാര്യങ്ങൾ അള്ളാഹ്ക്ക് മാത്രമാണ്. വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദ വമാ തദ്രി നഫ്സും ബിഅയ്യി അർളിൻ തമൂത്, ഏത് നാട്ടിൽ ഒരു നഫ്സ് മരിക്കുമെന്നുള്ളതും അറിയുന്നവൻ ആര് മാത്രമാണ്? അള്ളാഹു മാത്രമാണ്. ചില ആൾക്കാരെ അറിയാം അവിടെ അല്ല, ഒരു അനുമാനങ്ങളും എന്താണ് സങ്കല്പങ്ങളും പലതും മനുഷ്യർക്ക് പറയാം, അല്ലേ. പക്ഷേ കൃത്യമായ വിവരം അറിയുന്നവൻ ആര് മാത്രമാണ്? അതാണ് ഇന്നല്ലാഹ അലീമുൻ ഖബീർ, തീർച്ചയായും അങ്ങേയറ്റം അറിയുന്നവനും ഖബീർ സൂക്ഷ്മജ്ഞാനിയും സുദൃഢജ്ഞാനിയും ആര് മാത്രമാണ്? അള്ളാഹു മാത്രമാണ്. അള്ളാഹുവിൻ്റെ ജ്ഞാനം അതിവിശാലമാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഖദിർ അലൈഹിസ്സലാമിൻ്റെ ഒക്കെ ഇൽമു ഒരുമിച്ച് കൂട്ടിയാലും എന്താവില്ല, ഒരുമിച്ച് കൂട്ടിയാൽ അള്ളാഹുവിൻ്റെ ഇൽമിൻ്റെ ഒരു അംശം പോലും ആയിത്തീരൂല. ഒരു കൊക്ക്, ഒരു പക്ഷി, അതിൻ്റെ ചുണ്ട്, അതിൻ്റെ കൊക്കുകൾ സമുദ്രത്തിൽ കുത്തിയിട്ട് അതിൽ നിന്നൊരു തുള്ളി വെള്ളം മുകളിലേക്ക് എടുത്തു കഴിഞ്ഞാലും അള്ളാഹുവിൻ്റെ അറിവിൽ നിന്ന് എന്ത് ചെയ്യൂല, ഒരു കുറവ് പോലും സംഭവിക്കൂല. അത്രക്കും വിശാലമാണ്. കണ്ണെത്തും ദൂരത്ത് വിശാലമായ ആഴവും പരപ്പുമേറിയ സമുദ്രങ്ങളെക്കാൾ വിശാലമാണ് അള്ളാഹിൻ്റെ ഇൽമ് എന്നാണ്. ആ അള്ളാഹു അലീമാണ്. ആലിം എന്നല്ല അള്ളാഹിനെ പരിചയപ്പെടുത്തിയത്, അലീം ഫഈൽ വസ്നാൻ, അങ്ങേയറ്റം അറിയും, മുബാലഗത്തിൻ്റെ സീഗം. ഖബീറാൻ, അങ്ങേയറ്റം സൂക്ഷ്മമായി അറിയുന്നവൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ അറിയുന്നവരിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ.
അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ. അതിനുള്ള ക്ഷമയും അതിനുള്ള അറിവും വിവേകവും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയൊക്കെ ഒരുപാട് തിന്മകൾ വന്നു പോകുന്നവരാണ്. അള്ളാഹു വിട്ട് പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. സൂറത്തുൽ ലുഖ്മാൻ എന്ന ഒരു സൂറത്തിനു കൂടി ഈ ഒരു പള്ളിയിൽ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പൂർത്തീകരണത്തിന് അള്ളാഹു അവസരം തന്നു. അള്ളാഹുവിൻ്റെ കലാമിന് ഇനിയും വായിക്കാനും ഇനിയും പഠിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഓരോ കെലിമത്തിനും അള്ളാഹു ഓരോ ഹർഫിനും തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കുടുംബത്തിൽ അള്ളാഹു ഖൈറും ബർക്കത്തും നൽകട്ടെ. നമ്മുടെ തൊഴിൽ അള്ളാഹു എളുപ്പാക്കി തരട്ടെ. പല മാനസികമായ ശാരീരികമായ ബുദ്ധിമുട്ടുകളൊക്കെ തൊഴിൽ മേഖലയിൽ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞവർ അള്ളാഹു അവർക്ക് എളുപ്പം കൊടുക്കട്ടെ. അള്ളാഹു അവർക്ക് സമാധാനം കൊടുക്കട്ടെ. അള്ളാഹു അവരുടെ സമ്പാദ്യങ്ങളിൽ ഖൈറും ബർക്കത്തും ചെയ്യുമാറാവട്ടെ. അള്ളാഹു അവരുടെ കുടുംബങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷവും ഐശ്വര്യവും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസ് നൽകട്ടെ, ആഫിയത്ത് നൽകട്ടെ, മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യുമാറാവട്ടെ. അള്ളാഹുവെ ഞങ്ങളുടെ ദുആകളെ സ്വീകരിക്കണേ. അള്ളാഹു ഞങ്ങളുടെ ആരാധനകളെ സ്വീകരിക്കണേ. ഞങ്ങളെ രോഗികൾക്ക് അള്ളാഹുവിന് ശിഫ കൊടുക്കണേ. വലിയ അസുഖങ്ങളിൽ നിന്നും മഹാമാരികളിൽ നിന്നും റബ്ബേ നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണം. ഒരുപാട് പ്രയാസങ്ങൾ കൊണ്ട് കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ അള്ളാഹു അവരുടെ കടങ്ങൾ ഹലാലായ മാർഗ്ഗത്തിൽ എത്രയും പെട്ടെന്ന് വീട്ടാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണേ. അള്ളാഹുവെ ഇനിയും ഉപകാരമുള്ള അറിവിനെ റബ്ബേ നീ ഞങ്ങൾക്ക് നൽകണേ. നൽകിയ അറിവ് ജീവിതത്തിൽ ഉപകാരപ്പെടുത്തി തരികയും ചെയ്യണമേ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. റബ്ബന اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. وصلى الله على نبينا محمد وعلى آله وصحبه وسلم. جزاكم الله خيرا. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.